ആയിട്ട് ഇന്ന് ഞാൻ നടക്കുന്നത് വീണ്ടും ഇപ്പോൾ ഈസിയാണ്. എന്നാൽ എനിക്കൊരു പാസ്റ്റ് ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ലീഡേഴ്സ് ഒക്കെ ഇവിടെ അച്ചീവ്മെന്റ്സ് പറയുമ്പോൾ അവർക്കൊരു പാസ്റ്റ് ഉണ്ട്. അവരെ ആണല്ലോ, എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. ഹലോ, ഇന്നിന്റെ ഗ്രാമറൊക്കെ വെച്ച് സൂട്ടൊക്കെ വെച്ചു. ഹലോ, കയ്യടി തരുവാണെങ്കിൽ ഈ ടൂൾസ് കടയിൽ എന്റെ മെയിൻ പ്രൊഫഷൻ കോൺക്രീറ്റ് കെട്ടിക്കാൻ. കോൺക്രീറ്റ് കെട്ടിങ് അറിയാമോ? ഹൈവേയില് റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ബ്രേക്ക് ഉപയോഗിച്ച് കെട്ടിയോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. കാരണം എനിക്ക് സ്കൂളിൽ എന്നെ വിളിച്ചോണ്ട് തല്ലിപ്പൊളി എനിക്ക് പണിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ നല്ല ഇഷ്ടം പോലെ കാശ് കിട്ടും. ഒരു കെട്ടിടം പണിയാ 1 ലക്ഷം പതിക്ക് പൊളിക്കണമെങ്കിൽ 2 ലക്ഷം പറഞ്ഞാലും ആ പൈസ അങ്ങനെ കൊണ്ടു. അപ്പൊ അതുകൊണ്ട് വളരെ നന്നായിട്ട് അടിപൊളിയായിട്ട് പൈസ മേടിച്ച് കോൺക്രീറ്റ് കെട്ടി നിൽക്കുന്ന സമയത്താണ് ഈ ബിസിനസ് വന്നത്. ഇഷ്ടംപോലെ പൈസ കിട്ടുന്നതാണ്. പക്ഷെ ഈ ബിസിനസ് സ്ഥാപനം തുടങ്ങിയത് ഒരു പൈസ ഇല്ല. അമ്മായിപ്പൻ്റെ കടം മേടിച്ചു, അനിയൻ്റെ കടം മേടിച്ചു, വൈഫിനുണ്ടായിരുന്ന സ്വർണ്ണമെല്ലാം കൂടെ വിറ്റു. പണയം വെച്ചിട്ട് ഇനി എടുക്കുക എന്ന് ഒരിക്കൽ ഉറപ്പുണ്ട്. അതുകൊണ്ട് അതെല്ലാം കൂടെ വിറ്റു. ഇങ്ങനെ നല്ല ലൈബിലിറ്റിയിൽ ഒരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, ഓടി കൊണ്ട് വെച്ചു. എന്ന് നല്ല ലൈബിലിറ്റിയിലാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം വലിയ കച്ചവടമൊന്നുമില്ല. 1 മാസം 2 മാസം മനസ്സ് പഠിക്കാൻ തുടങ്ങി. കാരണം പലിശ കൂടുന്നു. ഇത് ഒരു പക്ഷേ എനിക്ക് ആധാരം എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ കടം വീട്ടാൻ പറ്റുമോ എന്നൊക്കെ ആകെ കൂടെ കൺഫ്യൂഷൻ. ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ആ ടെൻഷൻ. കച്ചവടം തുടങ്ങിയപ്പോൾ ഞാനെന്ത് ചെയ്തു, ഒരു ട്രിപ്പ് ചെയ്തു. കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് പണിയായതിന് വാടകയ്ക്ക് പത്രത്തിൽ പേപ്പർ വെച്ചു, 100 വെച്ചു, 100 പേപ്പർ വെച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നിക്കൽ ചൊല്ലിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ആദ്യം തട്ടി തുമ്പേ വാക്കത്തി പോകാനേക്ക്, പിന്നീട് പവർ ടൂൾസ് ആക്കി. ആ പവർ ടൂൾസ് പിന്നെ ജാക്കറ്റ് ബാഗൊക്കെ ആയിട്ട് ആ കെട്ടിട പണിയാനുള്ള എല്ലാ സാധനവും മേടിച്ചുകൊണ്ട് വലിയ ലൈബിലിറ്റി നിൽക്കുന്ന സമയത്താണ് മൈ ലെഫ്റ്റ് മാർക്കറ്റ് എന്റെ കയ്യിൽ വന്നത്. ഈ കട ഉണ്ടായിരുന്നപ്പോൾ ഞാനൊന്ന് വീട് വേണമെന്നു. ഞാൻ ഇപ്പോഴും പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഞാനത് കാണിക്കുന്ന സമയത്ത് ആരും തന്നെ കാണിക്കാൻ പറ്റില്ല. സ്റ്റെക്കായി നിൽക്കും. എവിടെ കൊണ്ടു കാണിച്ചാലും എല്ലാവരും ബാറ്ററി ഇട്ടാൽ മതി. അതിന്റെ കുഴപ്പമല്ല. വീഡിയോ ആണ് നിങ്ങൾ കാണുന്നുണ്ടോ? ഹലോ, ബാക്കിലേക്ക് കാണാവോ? ഹലോ, അങ്ങനെ ഒരു ഒറ്റ മുറി പോയിട്ടില്ല. ഒരു കിടക്കാൻ ഒരു കട്ടിലില്ല, ഇരിക്കാൻ ഒരു ചെയറില്ല, ഊണ് കഴിക്കാൻ ഒരു മേശയില്ല, ഒന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് മൈ ലൈഫ് എന്റെ കയ്യിലേക്ക് വരുന്നത്. സുഹൃത്തുക്കളെ, ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മഴക്കാലമാണല്ലേ. ഹലോ, മഴക്കാലം. ഈ മഴക്കാല സമയത്ത് സാധാരണ വീട് ചോരുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. വീട് ചോരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു പാത്രം കൊണ്ട് വയ്ക്കും, ശരിയല്ലേ? ഇവിടുത്തെ പ്രത്യേകത ഇതിന്റെ ബാക്കില് ഇവിടെ ചോർന്നിട്ട് വെള്ളം ബാക്കില് ആ കിടക്കുന്ന സൈഡിൽ വരുമ്പോ രാത്രി ഒരു 12 മണി 11 മണിക്കാകുമ്പോൾ മഴയൊക്കെ ആകുമ്പോൾ വെള്ളം വെച്ചിരുന്നു. ഞാൻ എഴുന്നേറ്റ് നോക്കും. ഇത് പിള്ളേരുടെ മേത്തേക്ക് വന്നു. ഞങ്ങൾ 7 പേര് ഒരുമിച്ച് അവിടെ കിടക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ അനുഭവിച്ചവർക്ക് ഇത് ഞാൻ പറഞ്ഞ സമയത്ത് ആദ്യ സമയം എന്റെ ഉള്ളു ദൈവമാണ്. ഞാൻ കഴിയുമായിരുന്നു. കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ നിന്ന് ആരും വന്നിട്ടില്ല. അപ്പൊ നല്ല ഡ്രസ്സായിരിക്കും ഇട്ടിരിക്കുന്നത്, കാണാൻ നല്ല ചന്തം ഉണ്ടായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയുള്ളൂ, ഞങ്ങൾക്കത്. നിങ്ങൾ അങ്ങനെ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെ വീട്ടിലോ ഇല്ലെങ്കിൽ വാടക കൊടുക്കാൻ പറ്റാതെ 5-ാം തീയതി 1-ാം തീയതി ആകുമ്പോൾ ആദ്യം പിടിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ നല്ല ആരോഗ്യമല്ലേ? ഞങ്ങളോട് പറയുന്ന സത്യമല്ലേ വിളിച്ചു പറയുന്നത്? ഇങ്ങനെ ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വന്നെങ്കിൽ ഇത് റെഡിയായി വരുന്നത് തോന്നുന്നു. ബാക്കി ഇത് വീഡിയോ ആണ്. വീഡിയോ നോക്ക്, വീഡിയോ പ്ലേ ആയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. നോക്ക്, ഇന്ന് ഈ 5 കുട്ടികളുടെ ആ ഒരു രക്ഷ മൈ ലൈഫിൽ എനിക്ക് ഞാൻ ഇവിടെ മാറ്റപ്പെട്ടു പോയാലും മൈ ലൈഫിൽ നടക്കില്ല എന്ന് പറഞ്ഞു. അത്രയും രക്ഷയാണ് എനിക്ക് തന്നത്. ഈ 5 കുട്ടികളുമായിട്ട് 2016 വാടകയ്ക്ക് കിടക്കുന്ന സമയത്ത് എന്റെ വൈഫിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ പറയും? നല്ലൊരു കട്ടിൽ വീട് കഴിക്കുമ്പോൾ അതുപോലെ നല്ല ചെയർ. ഇത് വലിയ എനിക്ക് വരുമാനം ഒരു ടെബിൾ എടുത്ത് ഒരു വർഷം കഴിഞ്ഞ വൈഫ് പറഞ്ഞത് നമുക്ക് വാടക കൊടുക്കാത്തൊരു വീട് മേടിക്കാൻ തുടങ്ങി. വാടക കൊടുക്കാത്ത ഈ വാടക കൊടുക്കുന്ന 7-ാം തീയതി ആകുമ്പോൾ 1-ാം തീയതി എന്നോട് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ ബിസിനസ് ചെയ്യുന്നത് പൈസ ഉണ്ട്, പക്ഷെ എനിക്ക് നല്ല ലൈബിലിറ്റി ആയിരുന്നു. ഈ 7-ാം തീയതി ആകുമ്പോൾ പൈസ നോക്കത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഞാൻ ഈ ബിസിനസ്സിൽ കാണുന്നത്. ഈ
കൃഷിഭവനത്തിൽ ഇട്ടുകൊണ്ടാണ് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം കുറച്ച് 27 കൊടുത്തു, പിന്നീട് കച്ചവടം അതേ കുറച്ച് കൊടുത്തിട്ടുണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. കളിയാക്കിയവരും നിരുത്സാഹപ്പെടുത്തിയവർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. എന്റെ ആവശ്യം, ഞാൻ ആവശ്യക്കാരനാണ്, ഭയങ്കര അത്യാവശ്യക്കാരനാണ്. എനിക്ക് വീട് വേണം, വാഹനം വേണം, കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഇതൊക്കെ എന്റെ ഉള്ളില് ചിന്തിക്കും. കാരണം 5 കുട്ടികൾ എനിക്ക് ദൈവം ദാനമായിട്ട് തന്നപ്പോൾ എന്റെ സമൂഹത്തിൽ നിന്ന് വരെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ ഭയങ്കര എതിർപ്പായി. ഹലോ, ഇവിടെ പിന്നെ മലപ്പുറംകാർക്ക് 5 ആണെങ്കിലും 10 ആണെങ്കിലും ഭയങ്കര സന്തോഷം. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര എതിർപ്പായി. കാരണം ഒരു പണിയില്ല, കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു പണിയില്ല, ഡ്രൈവറായിരുന്നു. അതിന് കിട്ടുന്ന വരുമാനം അല്ലാതെ വീട്ടുകാർക്കില്ല. എന്നെ ഞാൻ ചെറുപ്പത്തില് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്റെ ആ ഒരു സ്വപ്നം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ സ്വപ്നം കണ്ട കല്യാണം കഴിക്കുന്നില്ല, ആദ്യം ഇരട്ടപ്പിള്ളേരൊക്കെ ഉണ്ടാകും. ഭയങ്കര സന്തോഷമായിരുന്നു. കല്യാണം കഴിച്ചിട്ടില്ല, എന്റെ സ്വപ്നം അതായിരുന്നു. അതുകൊണ്ട് ഇരട്ട പഴമോ കണ്ട് ഞാൻ അപ്പൊ തന്നെ മേടിച്ചു വരും. എന്തോ ദൈവമാകും ആദ്യം ഉണ്ടായത് ഇരട്ടപ്പിള്ളേരോ ധൈര്യമായിട്ട് സ്വപ്നം കണ്ടു. അപ്പൊ എന്റെ വീട്ടുകാർ പറഞ്ഞു, നാം 2 നമുക്ക് 2, അത് നിർത്തിയേക്കാം തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കഴിഞ്ഞില്ല, എനിക്ക് 6 കുട്ടികൾ വേണം, അതെനിക്ക് നിർബന്ധമായിരുന്നു. അത് ആദ്യം രാത്രി വൈഫോട് ഞാൻ പറഞ്ഞു. വൈഫ് തമാശയായിട്ട് ഞാൻ വളരെ സീരിയസ് ആണ്. രണ്ടാമത്തെ കുട്ടി, അപ്പം ആദ്യത്തെ 2 പെൺകുട്ടികളാണ്. വീട്ടുകാർ പിന്നെ വലിയ എതിർത്തില്ല, കാരണം അഡ്രസ് വന്നല്ലോ, ഒരു ആൺകുട്ടി വേണം, അതുകൊണ്ട് വലിയ എതിർപ്പൊന്നും വന്നില്ല. രണ്ടാമത്തെ കുട്ടി ജനിക്കുന്ന സമയത്ത് ആൺകുട്ടിയാണ് ജനിച്ചത്, എല്ലാവരും സന്തോഷമായി. അപ്പൊ തന്നെ വീട്ടുകാരോട് നിർത്തിയേക്കാം, വൈഫ് തയ്യാറെടുത്ത് പോകണം. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വൈഫ് കുറെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് 6 കുട്ടികൾ വേണം, അല്ലാണ്ട് രക്ഷയില്ല. എന്തായാലും കുറച്ച് എതിർപ്പാണെങ്കിൽ പോലും വലിയ എതിർപ്പ് എന്റെ വൈഫും വീട്ടുകാരും മാത്രമേ എതിർപ്പുള്ളത്. അങ്ങനെ നിർത്തി ഞാൻ വീട്ടിൽ പോന്നു. വീട്ടിൽ 4ാമത്തെ കുട്ടി ഉണ്ടായപ്പോ എല്ലാവരും ടൈപ്പ് നിർത്തി. അപ്പൊ എതിർപ്പ് വന്നത് അമ്മായിപ്പന്റെ അടുത്ത് എതിർപ്പ് വന്നു, വീട്ടുകാരുടെ എതിർപ്പ് വന്നു, സമൂഹത്തിൽ കൂട്ടുകാരൊക്കെ ചോദിച്ചു, നിനക്ക് നല്ല കൃഷിയാണെന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ ഒരുപാട് അങ്ങനെ കല്യാണം. ഇതൊന്നും ഞാൻ നോക്കിയില്ല, കാരണം എന്റെ സ്വപ്നം എനിക്ക് 6 കുട്ടികൾ വേണം. എന്തായാലും ആ 5ാമത്തെ കുട്ടി ഉണ്ടായ സമയത്ത്, 4ാമത്തെ കുട്ടി ഉണ്ടായ സമയത്ത് ഒരു പൈസ എന്റെ കയ്യിലില്ല. എന്റെ അമ്മായിമ്മ ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, എന്റെ മനസ്സിൽ ഇപ്പോഴും അത് ഒരിക്കലും ചില കാര്യം ഒരിക്കലും മറക്കില്ല. എന്നെ ആ വൈകുന്നേരം സമയത്ത് എന്നെ റൂമിൽ നിന്ന് വിളിച്ചോട്ട് പോയിട്ട്, അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പൈസ എന്തെങ്കിലും മേടിക്കാനോ നോക്ക്. എന്റെ അടുത്ത് അമ്മായിമ്മ കൈ പിടിച്ച് വിളിച്ചിട്ട് ഭയങ്കര സന്തോഷമായി എന്റെ ചെയ്യുമെന്ന് പറയുവാണ്. വിജു കാണിക്കുന്നത് ശരിയല്ല. ഞാൻ പറയാൻ എന്റെ വൈഫിനോട് പറയും, പെണ്ണ് കെട്ടിച്ചെന്നിട്ട് ഞാൻ ഈ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഒരേ ഒരു അമ്മായിമ്മ കണ്ട. എന്തായാലും ഞാൻ നിർത്താൻ തയ്യാറായില്ല. ആ രീതിയിൽ ദൈവം അന്നം തരുന്ന എനിക്ക് ഉറപ്പുണ്ട്. എന്താണെങ്കിലും ഒരു കല്ലില് ആ ഒരു കല്ലിക്കലത്തിലേക്ക് ഒരു ഇച്ചിരി അരി കൂടുതലിട്ടാൽ മതി എനിക്ക് മനസ്സിലായി. എന്തായാലും നിർത്തില്ല. അങ്ങനെ 5ാമത്തെ കുട്ടികളുണ്ടായി. 5ാമത്തെ കുട്ടികളുണ്ടായപ്പോ ഒരാള് എന്താണ് പ്രഗ്നന്റ് സ്റ്റേജിൽ പാരസെറ്റമോൾ കഴിച്ചാണ് മാറി. അപ്പൊ അവൾ ഓർത്തു ഇതിപ്പോ നിർത്തിയിട്ടു. ഞാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ പോയി ക്ലീനിങ് നടത്തി വീണ്ടും സ്റ്റാർട്ടായി. അങ്ങനെ 5 കുട്ടികൾ 6 കുട്ടികൾ എനിക്ക് സ്വപ്നം കണ്ടു. 6 കുട്ടികളെ ദൈവം എനിക്ക് കണ്ടു. സുഹൃത്തുക്കളെ, അന്ന് പൈസയൊന്നും ഇല്ലായിരുന്നു. ഇന്ന് മൈലേജ് വന്നു, ഇഷ്ടം പോലെ. ഇന്ന് ഞാൻ എന്റെ വൈഫിന്റെ അടുത്തേക്ക് പോയി പറയുവാണ്, ഞാനിന്ന് കോടീശ്വരനാണ്, എനിക്ക് 6 കുട്ടികൾ വേണമെന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ച ഏതെങ്കിലും പോലെ കൊടുക്കാം, കാണുമല്ലോ. അപ്പൊ പൈസ ഉള്ള പിള്ളേർ വേണം അല്ലെ? പൈസ ഉണ്ടായിട്ട് പിള്ളേരെ സൃഷ്ടിക്കാൻ നോക്കാതെ പൈസ ഇല്ലാത്തപ്പോ സൃഷ്ടിച്ചോ, പൈസ തന്നെ ഉണ്ടോ? ഇപ്പത്തെ ലൈഫ് പറഞ്ഞ സ്വപ്നതുല്യമായ ലൈഫാണ്. ഈ ഞാൻ പറഞ്ഞ ഈ പ്രവർത്തനത്തിൽ കടന്നുണ്ടെങ്കിൽ 1 വർഷക്കാലം 1.5 മാസക്കാലം പാർട്ടിക്ക് വേണ്ടി മുഴുവൻ സമയം പ്രവർത്തനം. 1 വർഷക്കാലം ഞാൻ ചെയ്തപ്പോ ഞാൻ മേടിച്ച് ഓടിക്കാൻ കൊടുത്തൊരു ഇന്നോവ ക്രിസ്റ്റന്റെ വീട്ടിൽ. ആ വാടക വീട്ടിൽ കിടക്കുമ്പോഴാണ് ഈ വണ്ടി മേടിച്ചത്. പല ആളും ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. കാരണം വാടക വീട്ടിൽ നിന്ന് നല്ല ഫുൾ സൂട്ടിൽ ഇറങ്ങി വന്ന മൈ ലൈഫ് കോടികളുടെ കണക്ക് പറഞ്ഞാൽ ഞാൻ ഏത് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ കച്ചവടം നടക്കാതെ എനിക്ക്. പക്ഷേ ഇതൊന്നും പറയാൻ നിന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, നാളെ വീടും അല്ലെങ്കിൽ മറ്റു ഫെസിലിറ്റി ഒക്കെ മൈ ലൈഫിലൂടെ ഉണ്ടാവുന്ന എനിക്ക് 100% ബോധിപ്പിച്ചു. അങ്ങനെ മുന്നോട്ട് കുതിച്ചു. അങ്ങനെ ആദ്യത്തെ അച്ചീവ്മെന്റ് ഇന്നോവ ക്രിസ്റ്റയായിരുന്നു. ഈ വണ്ടിയൊക്കെ വന്നപ്പോ എന്റെ ടോട്ടൽ ചേഞ്ച് ആയി. എന്റെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിൽ മാറി. കാരണം ഓടിക്കാൻ കുറച്ച വണ്ടി എന്റെ വീട്ടിൽ വന്നു തന്നത് മൈ ലൈഫ്. വീണ്ടും മുന്നോട്ട് കുതിച്ചു. 2016 ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. 2017 ഇന്നോവ ക്രിസ്റ്റ എടുത്തു. 2018 തൊടുപുഴ സിറ്റിയിൽ 1,30,30,00,000
വ്യക്തിയുടെ പണിയല്ല. ഞാൻ ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ്. ഒരു അഡ്വക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഡോക്ടർ ചെയ്യുന്ന ഒരു കാര്യം, ഒരു പ്രൊഫഷനാണ് ഞാൻ ചെയ്യുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ വീടിന്റെ ഫ്രണ്ടിൽ ബിജു മാത്യു ഇന്നത്തെ ശക്തി കഴിഞ്ഞിട്ട് വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2019 മറ്റൊരു വീട്ടിലേക്ക് എനിക്ക് ഒരു വീട് മേടിച്ചു. ഈ വീട് കയറി താമസിക്കുന്നതിനാണ് കമ്പനിയുടെ പരമാവധി 2,14,000 വീട് ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2019 മറ്റൊരു വീട് മേടിച്ചു. 2020 മറ്റൊരു വെഹിക്കിൾ മേടിച്ചു. ഇലക്ട്രിക് വെഹിക്കിളാണ്. 1,00,000 കിലോമീറ്റർ ഓടി. ഇപ്പൊ നമ്മൾ ഒരു പൈസ മുടക്കില്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. കാരണം വീട്ടിൽ തോളാതെ ചെയ്തു. ഒരു വർഷമായിട്ട് 1,10,000 കിലോമീറ്റർ നമ്മുടെ പ്രകൃതി എന്നുള്ള ഊർജ്ജം കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി. അങ്ങനെ ഒരു വാഹനം മേടിച്ചു. വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2021 നമുക്കറിയാം ഇടുക്കി ജില്ല എന്ന് പറഞ്ഞ ഒരു ഹൈറേഞ്ച് മേഖലയാണ്. അങ്ങോട്ട് കയറി പോയാൽ ചിലപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയെങ്കിൽ ഒരുപാട് താമസം വരും. അപ്പൊ എന്ത് ചെയ്തു? ഒരു 4-wheel ഡ്രൈവായ ഒരു താർ മേടിച്ചു. അതിന്റെ കാപ്പോർച്ച് കിടക്കുന്നുണ്ട്. വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2022 ആദ്യത്തെ അടി ഇന്ന് ആ ചട്ടി കൊണ്ടിലേക്ക് മാറുന്നു. ആ കയ്യടി തമ്മിൽ മാറില്ല. പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ വീഡിയോ വെക്കുന്നത്. ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്തെങ്കിലും നിധി സെന്റർ തന്നാൽ നിങ്ങൾക്ക് കൈയടി അംഗീകാരം കിട്ടുന്ന റാങ്കാണ് ഇന്ന് ശക്തിക്കൊണ്ടിലേക്ക്. ആ സമയത്ത് എനിക്ക് സിനിമ പിടിക്കുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. സിനിമ അഭിനയിക്കുന്നതായിരുന്നു ഏറ്റവും വലിയ കൊതി. ഈ മുഖം ഇന്ന് വരെ കാണിച്ചില്ല. ആ ഒരു വാശി തീർക്കുന്നത് മൈലേറ്റം നാട്ടിൽ വന്നിട്ടുണ്ട്. ഹലോ, വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2022 ഇടുക്കി ജില്ല പിന്നോക്ക ജില്ലയിൽ നിന്നും എറണാകുളം ഏവിയൻ മോട്ടോഴ്സിൽ പോയി എനിക്കും വേണം ഒരു BMW എന്ന് ആ ചോദിക്കാനും പറയാനുള്ള അങ്ങനെ 2022 ഒരു BMW സ്വന്തമാക്കി. വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2021 ഡിസംബർ മാസത്തിൽ നമ്മുടെ നാട്ടിൽ പണിയെടുത്ത് ഇന്ത്യൻ രൂപ UAE ദിർഹംസാക്കി മാറ്റിക്കൊണ്ട് ദുബായിൽ ഒരു സാറ്റി മേടിക്കാൻ സഹായിച്ച കമ്പനിയാണ്. അങ്ങനെ ദുബായിൽ ഒരു സാറ്റി മേടിച്ചു. വീണ്ടും ബിസിനസ് ഡെവലപ്പ് ചെയ്തു. 2023 എറണാകുളത്ത് ലുലുമാളിലും ഒബ്രമാളിലും നടുക്കറ്റ് പ്രൗഡിന്റെ സാറ്റി മേടിച്ചു. അത് അടുത്ത ഡിസംബറിൽ ഹലോ ചെയ്യും. സുഹൃത്തുക്കളെ, നിങ്ങൾ ഞാൻ കണ്ട വീട് കണ്ടല്ലോ. ഹലോ, ഞാൻ കിടന്ന വാടക വീട് കണ്ടില്ലേ? ആ വാടക വീട്ടിലെ ഇരട്ടി കുട്ടികൾ ഇന്ന് അവർ രണ്ടുപേർ പഠിക്കുന്ന ഇത് ഓസ്ട്രേലിയയാണ്. ഹലോ, ഇവിടെ ഇരിക്കുന്നത് ഗ്രഹണമാണ്. ഇന്നലെ ചെയ്ത് ജോലി കൊണ്ട് കിട്ടാത്തവർ കിട്ടുന്ന വരുമാനം കൊണ്ട് തൃപ്തരല്ലാത്ത ആരെങ്കിലും നിങ്ങളുടെ ഈ പ്രോഗ്രാം സെന്ററിൽ നിന്നിട്ടുണ്ട്. പുറത്ത് നിൽക്കുന്നവർക്ക് ആർക്കും ഈ ഓപ്പർച്യൂണിറ്റി വലിയ സർ കൊടുക്കുന്ന പൈസയേക്കാൾ മൂല്യമുള്ള പ്രൊഡക്റ്റ് നിന്ന് അത് ഉപയോഗിച്ചാൽ ആരോഗ്യം നിന്ന് അത് വിറ്റാൽ ലാഭം കിട്ടും. ഞങ്ങൾ കൊണ്ട് സാറേ നിങ്ങളെ സഹായിക്കണമെന്ന് ഒരു പട്ടം ലീഡേഴ്സ് പ്രതിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ പിടിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 100% 2030 എന്നൊരു വർഷം ഉണ്ടെങ്കിൽ ഈ ഹോളിനകത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്നത്തെ ശക്തി കോർഡിനേറ്ററായി ഇരിക്കുന്നുണ്ടെങ്കിൽ വീടായി വാഹനമായി ഇഷ്ടമായ ബാങ്ക് ബാലൻസായി. ഇനി എന്ത് ചെയ്യണം? ഇനിയിപ്പോ ഞാൻ എല്ലാ വർഷവും 2 ടൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബറിൽ ഇതേ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയിലായി. കഴിഞ്ഞ ഡിസംബറിൽ എന്നാൽ ഈ കുട്ടികളുടെ കൂടെ കുറച്ചു ദിവസം പോയി നിന്നു. വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം കഴിഞ്ഞ ഒരു 20 ദിവസം മുമ്പ് ചൈനയിലായി. ഹലോ സാർ, ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചതല്ലേ? വിദ്യാഭ്യാസ യോഗ്യത കുടുംബം ഇവയോ കാണാൻ തത്വം കമ്പനി ചോദിച്ചു. നിങ്ങളോട് പറയുന്നത് മൈ ലെഫ്റ്റ് ആൻഡ് മാർക്കറ്റിംഗ് നമ്മുടെ ആരോഗ്യ പ്രോഡക്റ്റ് അത് ഉപയോഗിച്ച് നോക്കിയതിനു ശേഷം നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് തെറ്റാണ്. ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നം വിൽക്കാൻ നിങ്ങൾ എന്തിനാണ് മടിപിടിക്കുന്നത്? സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കുന്നത്, ഞാൻ വീട്ടിൽ നിന്ന് കുടില വ്യവസായത്തിൽ കൊണ്ടുവന്ന പ്രോഡക്റ്റ് അല്ല. കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആയുഷ് മന്ത്രാലയത്തിന് കീഴിലെ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പറയുന്നത്. നമുക്കറിയാം ഇന്ന് ഓരോ കുടുംബവും അനുഭവിക്കുന്ന വേദന, ആരോഗ്യ പ്രശ്നം. എത്ര പണം മുടക്കിയിട്ടും നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 10, 40, 50 വർഷം പുറത്തു പോയാൽ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാലും ഡയാലിസിസ് സെന്ററുകളോ അല്ലെങ്കിൽ ഡയാലിസിസ് വാർഡോ ഡയാലിസിസ് യൂണിറ്റോ ഇല്ല. എന്നാൽ ഇന്ന് എല്ലാ ഹോസ്പിറ്റലും ഇതൊരു സാധാരണ വാർഡ് പോലെ തന്നെ വെച്ചേക്കും. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സ്വയം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ രോഗികളാകാതിരിക്കുക. അസുഖം വന്നിട്ട് മരുന്ന് മേടിക്കാൻ നല്ല പ്രിവെൻഷനാണ്. ആണോ സാർ? സാർ, നമ്മുടെ പ്രോഡക്റ്റ് അത്ര പ്രാധാന്യമാണ്. നിങ്ങൾ അത് ഉപയോഗിച്ച പ്രോഡക്റ്റ് നല്ലതാണെങ്കിൽ നമ്മൾ ജനിച്ച കാലം മുതൽ പറയുന്ന ആൾ നല്ലതെന്നുള്ള കാര്യം നല്ലതാണ്.
ഈ കാര്യം നിങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈലില് നിങ്ങൾ കൊടുക്കുന്ന ടേൺ ഓവർ, ഇവിടെ മോഹൻലാലും മമ്മൂട്ടിയും സച്ചിൻ ടെണ്ടുൽക്കറും ഒക്കെ പറഞ്ഞ് ഓരോ കമ്പനികളെ അവരുടെ ബ്രാൻഡാക്കി അല്ലെങ്കിൽ ബ്രാൻഡ് അംബാസിഡറായി നിന്നുകൊണ്ട് അവരുടെ പ്രോഡക്റ്റുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ബ്രാൻഡ് അംബാസിഡർ നിങ്ങൾക്ക് മൈ ലെഫ്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ 2030 മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇവിടെ ഞാൻ നേടിയ നേട്ടങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കമ്പനി തരും. കാരണം ഒരു മാസത്തിൽ 4 തവണ വരുമാനവും, ആഴ്ച വരുമാനം, സ്പോട്ട് വരുമാനം, മാസ വരുമാനം, എത്ര ചെലവാക്കിയാലും തീരാത്ത വരുമാനം ഒഴുകി നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും. മൈ ലെഫ്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയും ഇത് ചെയ്യുന്ന നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തിനെ നിങ്ങൾ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നാളെ ഞങ്ങളെ പോലെയാവും. ഇത് ഞാൻ ചെയ്യുന്നത് ഒരു വരുമാനം മാത്രമല്ല. നമ്മുടെ രാജ്യം ഒരു സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്.